നമസ്കാരം. ഇന്ന് പറയാനുള്ളത് എൻ്റെ റിയൽ ലൈഫിലുള്ള ചില കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് വന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനെ സംബന്ധിച്ചൊരു കാര്യമാണ് ഇപ്പോൾ ഇന്ന് പറയാനുള്ളത്. അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് പ്രേക്ഷകർ കേൾക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അത് എൻ്റെ റിയൽ ലൈഫിൽ ഞാൻ വളരെ കണിശക്കാരനാണെന്നും കാശിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവനാണെന്നും ഒക്കെ ഉള്ള ഒരു പരക്കെ ഒരു അപവാദം ഉണ്ട്. അത് ഓരോ മനുഷ്യർക്കും അവരവരുടെ അഭിപ്രായങ്ങളുണ്ടാവല്ലോ. അപ്പോൾ ഈ അഭിപ്രായം അത് പുതിയതുമല്ല, അത് നേരത്തെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതല്ലെന്ന് തോന്നിയിട്ടുള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും അതാണെന്ന് തോന്നിയിട്ടുള്ളവരൊക്കെയാണ് കൂടുതൽ. അപ്പോൾ അവരെ തെറ്റു പറയാനൊക്കെ ഇല്ല, അവർക്ക് എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ വേണമോ എന്ന് ചോദിച്ചാൽ അതിന് എനിക്ക് വേണമെന്നുണ്ടായിട്ടല്ല, പക്ഷെ ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് അറിയണം ആൾക്കാർ, അല്ലെങ്കിൽ അത് മനസ്സിലാവില്ല ആൾക്കാർക്ക്. അതായത് കണിശക്കാരനാണ് എന്ന് പറയുന്നതിൽ അതിൻ്റെ നേരെ വിപരീതമായിരിക്കും ഞാൻ എന്നുള്ളതാണ് അതിൻ്റെ സത്യം. പക്ഷെ അത് ആൾക്കാർ നമ്മളെ ജഡ്ജ് ചെയ്യുന്നത് നമ്മൾ പറയുന്നതും നമ്മളുടെ ആറ്റിറ്റ്യൂഡും ഒക്കെ നോക്കിയിട്ടാണല്ലോ ആൾക്കാർ പലപ്പോഴും നമ്മളെ ജഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും എൻ്റെ ഭാവത്തിലും എൻ്റെ സംസാരത്തിലും ഒക്കെ ഞാൻ വളരെ കണിശക്കാരനാണെന്ന് തോന്നിയിട്ടുണ്ടാകാം ആൾക്കാർക്ക്. അത് പല കാര്യങ്ങളും ഞാൻ കണിശത കാണിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ മറ്റൊരാളെ സംബന്ധിക്കുന്ന ഒരു കാര്യങ്ങളിൽ ഞാൻ അങ്ങനെ എത്ര കണിശത കുറയ്ക്കാൻ പറ്റുമോ അത്ര കണിശത കുറച്ചേ ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യാറുള്ളൂ. പക്ഷേ കാശിൻ്റെ കാര്യം വരുമ്പോൾ അത് കാശ് എന്ന് പറയുമ്പോൾ അത് പറയേണ്ടി വരും. അതൊരു വൃത്തികെട്ട വർത്തമാനമാണെങ്കിലും കാശ് എന്ന് പറയുന്നത് അത് ഒരു പേപ്പറിനും അപ്പുറം അത് ഒരു വിശ്വാസമാണ്. അത് തകർക്കരുത്. അതിലാണ് മാന്യത കാണിക്കേണ്ട മനുഷ്യർ. ഈ ഒരു കാര്യമാണ് എനിക്ക് ഇതിനകത്തുനിന്ന് പറയണമെന്ന് തോന്നുന്ന ഒരു കാര്യം. അതാണ് എന്നെ അലട്ടുന്ന ഒരു കാര്യം, എനിക്ക് പറയണമെന്ന് തോന്നുന്ന ഒരു കാര്യം. അതിനുവേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അത്. കാശിന്റെ കാര്യത്തിൽ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് അതൊരു കണിശത നമ്മുടെ മനസ്സിൽ ഉള്ളത്. അതൊരു വിശ്വാസമാണ്. ആ വിശ്വാസം തകർക്കുമ്പോഴത്തേക്കും നമുക്ക് ആ വ്യക്തിയോടുള്ള വിശ്വാസം ഇല്ലാതായി. ആ വ്യക്തിയുമായിട്ടുള്ള സ്നേഹബന്ധവും കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര അരോചകമാകും. അപ്പോൾ അതൊരു മുതലെടുപ്പ് പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് കാശിൻ്റെ കാര്യത്തിൽ പല കാര്യങ്ങളിലും ഞാൻ കണിശത കാണിക്കാറുണ്ട്. അത് ആൾക്കാർ കാണുന്ന ഒരു കാശ് പണം അത് ആ ഒരു അർത്ഥത്തിലല്ല, അത് എൻ്റെ വിശ്വാസം തകർക്കുന്നതിലാണ്. അത് എൻ്റെ വിശ്വാസം തകർക്കാൻ ഞാൻ അനുവദിക്കില്ല. നിങ്ങളങ്ങനെ ചീത്തയാവാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ എന്തിനാണ് അവസരം ഒരുക്കുന്നത്? നമ്മൾ ഇടപഴകുമ്പോഴത്തേക്കും ഒരുത്തനം നല്ലതും ചീത്തതും ഒക്കെ ആക്കുന്നതിൻ്റെ ഒരു ബൾക്ക് എമൗണ്ട് എഫേർട്ട് നമ്മുടെ ഭാഗത്തുനിന്നുണ്ട്. നമ്മൾ വീടിൻ്റെ കതവ് ഇങ്ങനെ തുറന്നിട്ടിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ വന്ന് കാക്കും. ഈ കക്കാത്തവനും പ്രലോഭനം ഉണ്ടാകാൻ കാണുമ്പോൾ അവൻ വന്ന് കയറി കാക്കും. പിന്നെ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാര്യം നമ്മളാണ് അവനെ ചീത്തയാക്കിയത്. അപ്പോൾ അങ്ങനെ ചീത്തയാക്കാൻ എനിക്ക് ഉദ്ദേശമില്ല ആൾക്കാരെ. അതൊന്ന്. ആൾക്കാരുമായിട്ടുള്ള അങ്ങനെയുള്ള ഒരു സ്നേഹബന്ധം നശിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. അത് രണ്ട്. പിന്നെ അവരെ മാന്യതയിൽ നിലനിർത്തണം എന്നുള്ളൊരു ഉദ്ദേശം എനിക്കുണ്ട്. കാര്യം അവർ മാന്യതയിൽ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് മാന്യന്മാരുമായിട്ട് ഇടപെടാം. മാന്യത കാണിക്കാം. മാന്യത എന്തിലൊക്കെയാണ് കാണിക്കേണ്ടത് അതൊക്കെ വൃത്തിയായിട്ട് നമുക്ക് മാന്യത കാണിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അതുകൊണ്ടിട്ടാണ് ഈ കണിശത ആൾക്കാർക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിൽ എനിക്ക് തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല. ഇപ്പോൾ കേൾക്കുന്ന ആൾക്കാർക്ക് തെറ്റായിട്ട് തോന്നുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവനായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല, നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ടേക്ക് കെയർ.